നമ്മളെ വിളിച്ച് പറയണോ? ഏതായാലും അവന്മാർ വിളിക്കുമല്ലോ. അവന്മാർ ഈ പാർട്ടി ചാനലുകാരെ മാത്രമല്ലേ വിളിക്കൂ. എക്സ്ക്ലൂസീവ് അതുപോരാ. അത് മാത്രമായി ആളുകൾ വിശ്വസിക്കൂല. ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്. മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ച ചാവണം, ചതച്ചിട്ട് കാര്യമില്ല. അല്ല സഖാവേ, തോക്ക് ചൂണ്ടിയതൊരു സംഭവമല്ലേ? തെളിവൊന്നുമില്ലല്ലോ. ഒരു തുള്ളി ബോധമില്ല, ഭയങ്കര ഫിറ്റാ. അതവന്റെ അടവ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോൾ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. വെറുതെ കള്ളും കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അപ്പുറത്തും ഇപ്പുറത്തുള്ള നാറുകൾ. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മീഡിയക്കാരുടെ മേളമായിരിക്കും. ഒരാളുടെ നേരെ തോക്ക് ചുണ്ടെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസാ. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈകൊണ്ട് തൊട്ട് എന്റെ ശരിക്കുള്ള സ്വഭാവം കേട്ടോ പറഞ്ഞേക്കാം. തൻ്റെ അരയിലെന്താ? തോക്ക്. അത് ലെഫ്റ്റിലല്ലേ, റൈറ്റില്? റൈറ്റ് സൈഡിലൊന്നുമില്ല. ഒന്നുമില്ലെന്ന്. പാരമ്പര്യം, വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പം കുറച്ച് ഒതുക്കത്തിലടിക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം, നാണമില്ലടോ. അപ്പൊ അടിച്ചിട്ട് വന്നൊക്കെ വെറും ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് പോയി വാലോർക്ക്. മീഡിയക്കാരാ. മീഡിയക്കാരാ? എന്താ? രാമനുണ്ണി വിളിക്കാം. സാർ, മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലൊരു ടോക്ക് ഷോ ഉണ്ട്. ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓൾഗയാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാൻ. ഒരു മിനിറ്റ്, ഞാൻ പങ്കെടു വിളിക്കാം. അല്ല, എന്താ എല്ലാരും കൂടി ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച ലക്ക് കേട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്ക് ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലക്ക് കിട്ടുന്നോ? എന്താണ് ഇതൊക്കെ? എന്താണാവോ? ഈ ബ്രത്ത് അനലൈസർ ഉണ്ടോ? പോലീസുകാർ ഊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ മദ്യപിച്ചുണ്ടോ? അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ടൽ. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ ഇല്ല. കേട്ടല്ലോ. അല്ല, ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോളായിരുന്നു. അപ്പൊ നമ്പർ കാണൂലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ. ഇതാ. മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് ഒരു കോളേ. ഹലോ, അനോണിമസ് അല്ലേ? അനോണിമസ്? ആരുടെ അനോണിമസ്? ആരാണ് അയാൾ? ഉദയഭാനു സാറിന്റെ സഹായിയാ. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഭാനു സാർ അങ്ങനെ തോന്നണില്ല. എന്തായാലും അദ്ദേഹം അടുത്ത റൂമിലുണ്ടല്ലോ, നേരെ പോയി ചോദിച്ചോളൂ. എന്തായാലും ശരി, എന്നാ ഗുഡ് നൈറ്റ്. ശരി, കാണാം. ചെന്നോ, എല്ലാവരും അപ്പുറത്തോടെ ചെന്നോ, ചെന്ന് ചോദിച്ചോളൂ. ശരി. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പോടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. എന്റെ പിന്നിലെ കണ്ണ് ഇനി താനാ. ഗുരുവേ, ഇനി ഞാനാണ് ശിഷ്യ. ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. എടോ, നമുക്ക് ഓരോന്ന് ഒഴിച്ചാലോ? നമ്മൾ അപ്പൊ ഇനി മൊത്തത്തിൽ മാറുകയാണല്ലേ? ഒളിക്കും ഞാനിനി. ഹലോ സാർ, എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് കേസ് കേൾക്കില്ലേ? സാർ, ആ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ്
നമ്മുടെ കേസിൽ സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. അതെ സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അവിടെ ഇരിക്കണം. എണീക്കണ്ട. ഹായ് സർ, വരൂ. ഓ, അയ്യോ എന്നെ കൊല്ലല്ലേ. സൂക്ഷിക്കണേ. എന്തിനെണീറ്റ്? വെറുതെ ചുമ്മാ. എന്നാൽ നിലവിൽ രാമനുണ്ണിക്ക് പോലീസ് സംരക്ഷണം ഉള്ളതിനാൽ കമ്മീഷൻ അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന വിധി. ശക്തമായ പോലീസ് സംരക്ഷണത്തിലും പ്രമുഖരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ബോംബെ ഹൈക്കോടതിയുടെ ഗോവിന്ദ് ഇലിയാസ് ബായ് ഗണേഷ് സിൽവെ വേഴ്സസ് വിക്രം കുമാർ എന്ന കേസിലെ വിധിന്യായം തന്റെ കാര്യത്തിലും പ്രസക്തമാണെന്ന രാമനുണ്ണിയുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം. താമസമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. രാജേഷേ, ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന്. എന്താ അവിടെ? ആരങ്ങോട്ട് പോരുത്. മാറ്. വീട്ടിലെ ചോരമ്മൽ ഇനിയും സ്ഥലമുണ്ടല്ലോ. ചിരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി. രാമനുണ്ണി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. എന്താ രാമനുണ്ണി പ്രശ്നം? ഏയ് ഒന്നുമില്ല, ചെറിയൊരു കുടുംബ വഴക്ക്. മോഹൻലാലിലേക്ക് വേണ്ട, നമുക്ക് രാമനുണ്ണി വെച്ച് പ്രോഗ്രാം ചെയ്യാം. ഏയ് ഇനി അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ എൻ്റെ നാട്ടുകാരോട് നേരിട്ട് പറയാം, എന്നിട്ട് വരാം. TC വാ. ഓ, അല്ല അകത്ത് എന്താ ഉണ്ടായേ? അത് നീ അറിയാറാകുമ്പോൾ പറയാം. ഇപ്പൊ നീ എൻ്റെ പ്രോഗ്രാംസ് നോട്ട് ചെയ്യും. ആയിക്കരയിലെ ബുധനാഴ്ച എൻ്റെ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് വിത്ത് സ്ട്രോങ് പോലീസ് പ്രൊട്ടക്ഷൻ. സ്റ്റേജിൽ ഞാനും താനും ഉദയഭാനും മാത്രം. അല്ല ഭാനു സാറ്? ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക്. അമ്മ കേറ്റു? എൻ്റെ അമ്മയാണ്. അതൊക്കെ അല്ല, CDPക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ? ഈ പാർട്ടിക്കുള്ളൂടെ ആൾക്കാരെ. അതുണ്ട്. അല്ല, ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ അതൊക്കെ നോക്കാനാണ് പോലീസ്. ഓ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ മേലാൽ ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്. മനസ്സിലായോ? ഓ, വാ. പുല്ലിമട്ടയിലാണല്ലോ ഒന്ന് പെട്ടത്.